ഹലോ ഗൈസ്, ക്ലേ വെച്ചൊരു ടേബിൾ ഡെക്കർ ആയാലോ? അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന എല്ലാവരുടെയും ടേബിൾ ഉണ്ടാകുന്ന ഒരു ക്യൂട്ട് മഷ്റൂമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങിലാണ് ഇതിൻ്റെ ഭംഗിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് താഴോട്ടുള്ള പാർട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ക്ലേ വെച്ച് എന്ത് ചെയ്യുകയാണെങ്കിലും ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ, അവിടെയും ഇവിടെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, താഴോട്ടുള്ള പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലേ നന്നായിട്ട് സിലിണ്ടർ ഷേപ്പിലാക്കി എടുക്കുക. താഴോട്ട് കുറച്ച് വണ്ണം കൂട്ടിയിട്ടും മേലെ കുറച്ച് വണ്ണം കുറച്ചിട്ടും ആക്കി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ അപ്പർ പാർട്ട് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് പരത്തിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടും കൈ തന്നെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ പാർട്ട് ഏകദേശം ഒരു കുടേൻ്റെ ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടൂള് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഡീറ്റെയിലിങ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, എന്നാലും കാണുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം. എന്നിട്ടെന്താ, നമ്മൾ ചെയ്ത് വെച്ച രണ്ട് പാർട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. ഈ പാർട്ടാണ് ഏറ്റവും പ്രശ്നം. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലേൻ്റെ കുഴപ്പം കൊണ്ടാണോന്നും അറിയില്ല, അത് രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വല്ല ഈർക്കിലോ എന്തെങ്കിലും കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പാർട്ട് വരുന്നത്, പെയിൻറ്റിങ്. ആ കുട പോലെയുള്ള മേലത്തെ പാർട്ടിന് നല്ല റെഡ് കളർ അടിച്ചു കൊടുക്കാം. പിന്നെ സ്റ്റെമ്മിന് യെല്ലോയോ ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മഷ്റൂമിന് കുറച്ചും കൂടെ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തെ പാർട്ടിൽ മാത്രം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കൊണ്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വൈറ്റ് ഡോട്ട്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം റെഡി. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.